പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ്. CPM നേതൃത്വം പ്രതികൾക്ക് ഒത്താശയും സഹായവും ചെയ്തു നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണിത്. ഭീകരന്മാർ ചെയ്യുന്ന രീതിയിലാണ് രണ്ടുപേരെ കൊലപ്പെടുത്തിയത്. CPM നേതൃത്വം പ്രതികൾക്ക് ഒത്താശയും സഹായവും ചെയ്തു നൽകിയെന്നും പെരിയ ഇരട്ടക്കൊലപാതകം തേച്ചു മായ്ച്ചു കളയാൻ സർക്കാർ തലത്തിൽ നടത്തിയ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം വിവിധ കോൺഗ്രസ് നേതാക്കളാണ് ഈ വിധിയോട് പ്രതികരിച്ച് രംഗത്ത് വരുന്നതും. വിധിയുടെ പശ്ചാത്തലത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ കേരള സർക്കാർ രാജിവെക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. CPMന്റെ ഉന്നത നേതാക്കൾ പ്രതികളാണ് എന്ന് തങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്. അപ്പോഴെല്ലാം പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് CPM കൈയൊഴുകുകയാണ് ചെയ്തത്. മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ പോരാട്ടം തുടരണം എന്നാണ് എന്റെ അഭിപ്രായം. CPM നേതൃത്വം പ്രതികൾക്ക് ഒത്താശയും സഹായവും ചെയ്തു നൽകിയെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. CPMന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നെറുകേടിന്റെ പ്രതിഫലനമാണ് വിധിയെന്നും സർക്കാർ ക്രിമിനലുകൾക്കൊപ്പമായിരുന്നുവെന്നും കോൺഗ്രസ് MP ഹൈബി ഈഡൻ പറഞ്ഞു. CBI കോടതിയുടെ വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല. ആദ്യം മുതൽ തന്നെ കേസ് ആസൂത്രണമാണ് എന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു. ഗൂഢാലോചന നടത്തിയതിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരുമുണ്ട്. അതിനേക്കാൾ വലിയ ഉന്നതന്മാരുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. വിധിയുടെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ മനുഷ്യന്റെ ജീവനെടുത്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്ന് ചിലവാക്കിയതും. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച സർക്കാരാണ് എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിൽ ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കണമെങ്കിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലുവും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ 9, 11, 12, 13, 16, 17, 18, 19, 23, 24 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ശിക്ഷിക്കപ്പെട്ടവരിൽ 6 പേർ CPM നേതാക്കളാണ്. ശിക്ഷാവിധി ജനുവരി 3 മാറ്റി. കേസിൽ എറണാകുളം CBI പ്രത്യേക കോടതിയാണ് ശനിയാഴ്ച വിധി പറഞ്ഞത്. 20 മാസത്തോളം നീണ്ട വിചാരണ നടപടിക്ക് ശേഷമാണ് കേസിൽ വിധി വന്നത്. കേസിൽ ആകെ 24 പ്രതികൾ ഉണ്ടായിരുന്നു. ഇതിൽ 14 പ്രതികൾ കുറ്റക്കാരും 14 പ്രതികൾ നിരപരാധികളും എന്ന് കോടതി കണ്ടെത്തുകയുമായിരുന്നു. കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും 2019 ഫെബ്രുവരി 17 അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏച്ചിലടുക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തിയ അക്രമി സംഘം കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു. കൃപേഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു ശരത് ലാൽ മരിച്ചത്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകവും കൂടിയായിരുന്നു പെരിയ കൂട്ടക്കൊല കേസ്. മാത്രവുമല്ല, സംഭവം നടന്നത് CPM ശക്തി കേന്ദ്രങ്ങളിൽ CPM നേതാക്കളുടെ അറിവോടെ എന്നതും ശ്രദ്ധേയമാണ്. കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ CPM നേതാക്കളെ ഒഴിവാക്കിയെങ്കിലും CBI എത്തി പാർട്ടി നേതാക്കൾക്ക് കൃത്യമായി പൂട്ടിടുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.